ഇന്ന് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഡിപ്ലോമ ലെവൽ എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഈ കാണുന്ന 10 പ്രോപ്പർട്ടീസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. 10 പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നമ്മൾ ഡെൻസിറ്റി എന്താണെന്ന് പഠിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. 2 സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, കംപ്രസിബിലിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്. 8 സർഫസ് ടെൻഷൻ, 9 ക്യാപ്പിലാരിറ്റി, 10 ക്യാവിറ്റേഷൻ. ഈ 10 ടോപ്പിക്കുകളാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ ചെറിയ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്ന് ഡെൻസിറ്റി. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി. ഫ്ലൂയിഡ്സിന് മാത്രമല്ല സോളിഡ്സിനും ഡെൻസിറ്റി ഉണ്ട്. നമ്മൾ ഫ്ലൂയിഡ്സിൻ്റെ കാര്യം മാത്രം പഠിക്കുന്നത് കൊണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ റോ എന്ന് പറയുന്ന വേർഡാണെന്ന് ഓർക്കുക. ഡെൻസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ റോ. ഇങ്ങനെയാണ് റോ എന്ന് പറയുന്ന ലെറ്റർ എഴുതുന്നത്. അപ്പോൾ എന്താണ് ഡെൻസിറ്റി? അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം മാസ് ഡെൻസിറ്റി എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. മാസ് ഡെൻസിറ്റി, ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി. എന്താണ് മാസ് ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ടു വോളിയം. മാസിൻ്റെയും വോളിയത്തിൻ്റെയും റേഷ്യോയെയാണ് മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ വെറുതെ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം റേഷ്യോ ഓഫ് മാസ് ടു വോളിയം. അപ്പം മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണെന്നറിയാം, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണെന്നറിയാം. അപ്പം SI യൂണിറ്റ് ഓഫ് മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഒക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഡെൻസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ടു വോളിയം. അതായത് 1 മീറ്റർ ക്യൂബ് വോളിയത്തിൽ ഉൾക്കൊള്ളുന്ന മാസ്, അതിനെയാണ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, 1 മീറ്റർ ക്യൂബ്, ഇതൊരു മീറ്റർ ക്യൂബുള്ള ഒരു ക്യൂബാണ് അല്ലേ. ഈ ക്യൂബിനകത്ത് എത്ര കിലോഗ്രാം ഫ്ലൂയിഡ് ഉൾക്കൊള്ളും എന്നതിൻ്റെ മെഷറാണ് എന്ത്, ഡെൻസിറ്റി എന്ന് പറയുന്നത്, മാസ് ഡെൻസിറ്റി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡെൻസിറ്റി എന്താണെന്ന് പറഞ്ഞു, ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി പഠിക്കേണ്ടത് ഡെൻസിറ്റി വാല്യൂ, ഡെൻസിറ്റി ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി. വാട്ടർ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡാണ്, നമ്മൾ പല കാര്യത്തിലും സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നൊരു ഫ്ലൂയിഡാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ പഠിച്ചോളുക, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി. അതുപോലെ ഡെൻസിറ്റി ഓഫ് എയർ, എയറിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഈ 2 വാല്യൂസും പഠിച്ചോളുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റി, അതായത് വാട്ടർ ഒരു ലിക്വിഡാണ്, ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, കൂടുതൽ വലിയ രീതിയിൽ വേരി ചെയ്യില്ല. പക്ഷേ ഈ എയർ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി വേരി ചെയ്യും. പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലെ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. റോ ഈസ് ഈക്വൽ ടു 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് ഡെൻസിറ്റി ഓഫ് ഗ്യാസസ് വേരി വിത്ത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷറിനും ടെമ്പറേച്ചറിനും അനുസരിച്ച് എന്തിൻ്റെ ഡെൻസിറ്റി വേരി ചെയ്യും? ഗ്യാസസിൻ്റെ ഡെൻസിറ്റി വേരി ചെയ്യുമെന്ന് ഓർക്കുക. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഈ ഒരു കൂട്ടത്തിൽ ഓർക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, എന്തൊക്കെയാണ് പറഞ്ഞത്? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ടു വോളിയം. SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഡെൻസിറ്റി ഓഫ് വാട്ടർ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇത് SI യൂണിറ്റ് അല്ല, CGS സിസ്റ്റത്തിലുള്ള വാല്യൂ ആണ്. ആ വാല്യൂ കൂടി അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്ന് ഓർക്കുക. പിന്നെ പറഞ്ഞു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ് ആർ കോൺസ്റ്റൻറ്റ്, അതേസമയം ഡെൻസിറ്റി ഓഫ് ഗ്യാസസ് വേരി വിത്ത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്നോർക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചിട്ടു, എന്താണ് ഡെൻസിറ്റി. ഇനിയും രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് എന്താണ്? സ്പെസിഫിക് വെയിറ്റ് എന്ന് നോക്കാം. നെക്സ്റ്റ് സ്പെസിഫിക് വെയിറ്റ്. അപ്പോൾ നോക്കാം, രണ്ടാമത്തത് സ്പെസിഫിക് വെയിറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റിനെ സ്പെസിഫിക് ആയിട്ട് പറയുക. അതായത് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് പ്രസൻറ്റിങ് ഇൻ യൂണിറ്റ് വോളിയം ഓഫ് സബ്സ്റ്റൻസ്. അതായത് വെയിറ്റ് ബൈ വോളിയം. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ എന്തായിരുന്നു?
മാസ് ഡെൻസിറ്റി ആയിരുന്നു അല്ലേ, അപ്പോൾ മാസ് ബൈ വോളിയം ആയിരുന്നു. ഇപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി, ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വെയിറ്റ് ഡെൻസിറ്റി. വെയിറ്റ് ഡെൻസിറ്റി എന്ന് വിളിക്കും. വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ്, രണ്ടിലും കോമൺ ആയിട്ട് വെയിറ്റാണ് വരുന്നത് അല്ലേ. അപ്പോൾ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം, വെയിറ്റ് പെർ യൂണിറ്റ് വോളിയമാണ് സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ്, ഈ സ്പെസിഫിക് വെയിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ W, സ്മോൾ w ആണെന്ന് ഓർക്കുക. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു, മറ്റത് രണ്ടും കമ്പയർ ചെയ്യാൻ പഠിക്കാൻ പറ്റുന്നതാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയം, അതേസമയം സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. അപ്പം മാസും വെയിറ്റും തമ്മിൽ എന്താ ഡിഫറൻസ്? വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതല്ലേ മാസും വെയിറ്റും തമ്മിലുള്ള റിലേഷൻ, അറിയില്ലേ? സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? വെയിറ്റ് ഈസ് ഈക്വൽ ടു mg/v എന്ന് വരും അല്ലേ. വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? m/v ഇൻറ്റു g എന്ന് എഴുതാം. m/v എന്താ? റോ ഡെൻസിറ്റി. ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്യുമ്പോൾ സ്പെസിഫിക് വെയിറ്റ് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, ചെറിയ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ സ്പെസിഫിക് വെയിറ്റ് കിട്ടും, അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി കിട്ടും. ആ റിലേഷൻസ് കൃത്യമായിട്ട് ഓർക്കുക, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ലേ. കാരണം എന്താ? സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി എന്ന് നിങ്ങൾക്കറിയാം. റോയുടെ വാല്യൂ, വാട്ടറിൻ്റെ റോയുടെ ഡെൻസിറ്റിയുടെ വാല്യൂ എത്രയാണ്? 1000 ഇൻറ്റു 9.8. ഓക്കെ, 1000 ഇൻറ്റു 9.8. എന്താണ് ഇതിൻ്റെ യൂണിറ്റ്? സ്പെസിഫിക് വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താണ്? അപ്പോൾ വെയിറ്റ് ബൈ വോളിയം ആണ്. എന്തായിരിക്കും? വെയിറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നറിയാം, ബൈ വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണെന്നറിയാം. അപ്പോൾ SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വെയിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അതേസമയം വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 1000 ഇൻറ്റു 9.8 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വോളിയം.